ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടില്ലേ, ജി പി ചെയ്ത നമ്പറാണത്. ജി പി ചെയ്ത നമ്പറും ആ ആളുടെ ഫാമിലി ഫോട്ടോ ആണ് കേട്ടത്. ഫാമിലി ഫോട്ടോ എന്ന് തോന്നുന്നു. പക്ഷേ മണികണ്ഠൻ എന്നാണ് അതിൽ വന്നിക്കണത്. മണികണ്ഠൻ. ഞങ്ങൾ ആ നമ്പറിൽ വിളിച്ചു നോക്കിയപ്പോൾ ഒരു മണി ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണെന്നാണ് പറഞ്ഞത്. മണി ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾ. അപ്പോൾ നമ്മൾ ഇയാൾ നമ്മളോട് സ്ക്രീൻഷോട്ട് വിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നല്ലോ പൈസ കൊടുത്തതിൻ്റെ. അപ്പോൾ ആ പൈസ ആ സ്ക്രീൻഷോട്ട് അവിടെ കാണിക്കുമ്പോൾ അവർ അതിൽ നിന്ന് എന്തോ ഒരു 10-20 ഫീസ് എടുത്തിട്ട് ആ പൈസ അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ അതിനായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് അവർ സ്ക്രീൻഷോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വിളിച്ച് നോക്കണം. പിന്നെ ഈ മണികണ്ഠനും ഫോൺ എടുക്കണില്ല. പിന്നെ ബിസി റിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിസി. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഈ നൗഷാദ് പറഞ്ഞിട്ട് വോയിസ് റെക്കോർഡ് ചെയ്ത് ഞാൻ കാണിച്ചു തന്നില്ലേ, ഈ ആൾ വന്നിട്ട് വാട്സപ്പ് ഇപ്പോൾ കട്ടാക്കിയിരിക്കുന്നത്. ഞാനിപ്പോഴും നമ്പറിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. 3 നമ്പറിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ബിസി, സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ വാട്സപ്പ് നമ്പറും ഇല്ല. പിന്നെ ഓരോരുത്തർ കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കമൻറ്റൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഓരോരുത്തർ നല്ലത് പറയുന്നവരും ഉണ്ട്, കെട്ടത് പറയുന്നവരും ഉണ്ട്. എന്തായാലും നമ്മൾ വേണം പറഞ്ഞിട്ട് ഒരു ചതിക്കുഴിയിൽ പെടൂലല്ലോടാ. വീടിൻ്റെ മോഹം കൊണ്ട് അങ്ങനെ എനിക്ക് 2 സുഖമില്ലാത്ത കുട്ടികൾ, മോൾക്ക് ഓട്ടിസമാണ്, അവൾക്ക് തണുപ്പൊന്നും അടുത്ത് കൂടെ പോയിക്കൂടാ. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് നല്ലൊരു വീട് കിട്ടുകയാണെങ്കിൽ മാറാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് 3500 റുപ്യ വാടകയാണ് ഈ വീടിന്. മഴ പെയ്താൽ ചോരും ഒക്കെ ചെയ്യും. എന്നാലും നമ്മൾ വീട് ചോർച്ച മാത്രമല്ല, നല്ല വെള്ളം ഇങ്ങനെ തറൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല നിൽക്കാണ്ട് മഴ പെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ പാമ്പ് അത് ഇതൊക്കെ വരും. അപ്പോൾ ഈ 4 മക്കളും പഠിച്ചവൻ്റെ ഒരു കാവലിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഇങ്ങനെ വീടും ഫോട്ടോ ഒക്കെ കാണിച്ചത്. അപ്പോൾ അങ്ങനെ പോയി പെട്ടതാട്ടോ. പിന്നെ നമ്മുടെ അറിയുന്ന ഒരാൾ വന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും വിശ്വസിച്ച് പോകുമല്ലോ. അപ്പോൾ 700 റുപ്യക്ക് നമുക്ക് എൻ്റെ ഒരു എൻ്റെ ഈ അവസ്ഥക്കും എൻ്റെ ഇതിന് 700 വലിയൊരു തുക തന്നെയാണ്. ഇല്ല എന്നല്ല പറയണത്. ഞാൻ അങ്ങനെ പറഞ്ഞത് ആരോ ഒരു ബാഡ് കമൻറ്റ് കണ്ടു. ഞാൻ 700 റുപ്യ പോയി സങ്കടമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അതങ്ങനെ പറയണതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ 700 റുപ്യ പോയി സങ്കടം ഇല്ല എന്നല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വലിയൊരു തുക തന്നെയാണ്. കാരണം എൻ്റെ കുട്ടീൻ്റെ പെൻഷൻ പൈസയാണ്. മരുന്ന് വാങ്ങിയതിൻ്റെ ബാക്കി അവർക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടുള്ള പൈസയായിരുന്നു അത് പോയത്. അപ്പോൾ അതൊരു സങ്കടം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. എന്നാലും നമ്മളെ പോലുള്ളവർ ഇനി പെടരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ തളർന്നു കേട്ടോ. മോഹിപ്പിച്ചിട്ട് വീട് എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് പിന്നെ അതൊക്കെ വിട്. എന്തായാലും ഇനി പോയതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ. മാക്സിമം ഞാൻ ഈ ഫോട്ടോ ഫസ്റ്റ് കണ്ടില്ലേ, ജി പി ചെയ്ത ആൾ, അയാളെ പിടിച്ചിട്ടും കാര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും അയാൾക്ക് അറിയാൻ പറ്റും. ആ പൈസ എടുക്കാൻ വരുന്നവരിനെ അറിയായിരിക്കും. അപ്പോൾ പിടിക്കാൻ പറ്റും. അങ്ങനെ എങ്ങനെയെങ്കിലും എല്ലാവരും ഒന്ന് നമ്പറിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ 3 നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഫോണിൽ നിന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് റിങ് ചെയ്താൽ ചിലപ്പോൾ എടുക്കും. നമ്മൾ അറിയണവൻ്റെ ഫോണിൽ നിന്ന് റിങ് ചെയ്യുമ്പോൾ എടുക്കണില്ല. അതാണ് സംഭവം. ഇപ്പോൾ വാട്സപ്പ് നമ്പറും ഫുള്ളായിട്ട് പോയിരിക്കണം, ഇല്ല. പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഈ നിസ്സാര തുക പറയുമ്പോൾ എല്ലാവരും നിസ്സാരാക്കി വിടുകയല്ലേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയൊരു തുക തന്നെയാണ്. ഇരിക്കാനുള്ളൊരു വീടിന് മോഹം കൊണ്ട് ചെയ്തു പോയതാണ്. പിന്നെ നമ്മുടെ ഒന്നിച്ചിരുന്നൊരു ഉമ്മ വന്ന് പറഞ്ഞപ്പോൾ അതിൽ വിശ്വസിച്ച് പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇപ്പോൾ വളതൊക്കെ പോകുമ്പോൾ ബുദ്ധി വരുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു യോഗം ഉണ്ടാകും. അപ്പോൾ ഇതൊരു നല്ലതിനാണ് എന്നാണ് ഞാൻ വിചാരിക്കണത്. അങ്ങനെ വിചാരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ മൊത്തം ഫുള്ളായി കാണാം കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റണത് വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാമെന്നാണ്. നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടാലേ എനിക്ക് ചെറിയ കയറി ഡോളർ ചെറിയതായിട്ടെങ്കിലും കയറുള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിലും നമുക്ക് വേണ്ടി ഒന്ന് ചെയ്യാം കേട്ടോ. മാക്സിമം ഇടുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ പറയാനുള്ളത്, അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു എന്നോട് ആ ജി പി അയച്ച ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണവരൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതാണ് മെയിനായിട്ട് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. ഞാൻ ഡെയിലി ലൈഫ് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അത് ഞാൻ നാളെ ഇടാം. അപ്പോൾ ഇന്ന് ഞാൻ ആ ഫോട്ടോ നിങ്ങൾ സൂം ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോയിൽ എനിക്കും അതൊന്ന് സൂം ചെയ്യാൻ കിട്ടുന്നില്ല. ചെറിയൊരു വട്ടത്തിലുള്ള ഫോട്ടോ ആയതുകൊണ്ട് സൂം ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളും അതൊന്ന് നോക്കുക.
പിന്നിപ്പോൾ എന്താ ഈ നമ്മുടെ യൂസഫ് അലിഖാൻ്റെ ഒക്കെ അടുത്ത് നമ്മുടെ വീഡിയോസ് എത്തുകയാണെങ്കിലേ വലിയ വലിയ പണമുള്ള ആൾക്കാരിൽ നമ്മുടെ വീഡിയോ കാണാനിടയാവുകയാണെങ്കിൽ ഈ മക്കളെ ആലോചിച്ചിട്ടെങ്കിലും ഇരിക്കാനൊരു ചാളാക്കി തരികയാണെങ്കിൽ എത്ര നല്ലതാണ്. അപ്പം മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ബെൽ ബട്ടൺ ക്ലിക്ക് അമർത്തണം കേട്ടോ. അപ്പം എന്നാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും സബ് മാത്രമേ ചെയ്യാറുള്ളൂ, ക്ലിക്ക് ചെയ്യാറില്ല. മാക്സിമം ക്ലിക്കും ചെയ്യുക കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ഞാൻ എപ്പോഴാണോ വീഡിയോ ഇടുന്നത് അപ്പോൾ അതിൻ്റെ ഇത് വരും. പിന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി കൊടുക്കുക കേട്ടോ, മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഈ ഒരു കുഞ്ഞു ഫാമിലി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. മാക്സിമം ആളുകൾക്കും എന്താ പറയുക, നല്ലവരുണ്ട് കെട്ടവരുണ്ട്. ചിലവർ നന്നാണത് ചിലവർക്ക് കണ്ടുകൂടാ. അങ്ങനെയൊക്കെയുള്ള കാലമാണ് ഇപ്പോൾ. എന്തായാലും നമ്മുടെ ഫാമിലി നമ്മളെ സ്നേഹിക്കുന്ന ഫാമിലിയാണെന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഞാൻ ഇങ്ങനെ പറയണത്. മാക്സിമം നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ട് ഫുള്ളായി കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇന്ന് അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിപ്പ വൈറസ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അത്ര എനിക്ക് പറയാനുള്ളൂ. എൻ്റെ തല നോക്ക്, ഫാത്തിമക്കുട്ടിൻ്റെ എറുമ്പ്. പാവം എൻ്റെ റിയാസ്ക അന്ത്യാഗോളം ഓടിയിട്ട് വേണം ആ പൈസ കിട്ടാൻ. അത് നമ്മൾ ആലോചിക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നല്ലൊരു ഡേ മൈ ലൈഫായിട്ട് നാളെ കാണാം കേട്ടോ കൂട്ടുകാരെ. അസ്സലാമു അലൈക്കും.